മക്കയിൽ മുഹമ്മദ് തൻ്റെ തൗഹീദ് സിദ്ധാന്തം അള്ളാഹു മാത്രമാണ് ദൈവം, മറ്റു ദൈവങ്ങളെ ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായിട്ട് പ്രബോധനം നടത്തിയ സമയത്ത് മറ്റുള്ളവരുടെ ആരാധനകളെയും അവരുടെ ദൈവങ്ങളെയുമെല്ലാം മുഹമ്മദ് വളരെ പ്രകോപനപരമായ രീതിയിൽ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഖുറൈശികളായ പ്രമാണിമാർ മുഹമ്മദിനെ വളരെ സമാധാനപരമായിട്ടും ജനാധിപത്യപരമായിട്ടും സമീപിക്കുകയാണ് ചെയ്തത്. അവർ മുഹമ്മദിനോട് വളരെയധികം സൗമ്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നല്ല രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഖുറൈശി പ്രമാണിമാർ മുഹമ്മദിനെ സമീപിക്കുകയും മുഹമ്മദിൻ്റെ ആശയങ്ങളോട് ഭാഗികമായിട്ടെങ്കിലും അനുകൂലമായി പ്രതികരിക്കുകയും ഒപ്പം അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഖുറൈശി പ്രമാണിമാരായ അബൂ സുഫിയാനും വലീദ് ബിൻ മുഗീറയും അൽ ആസ് ബിൻ വായിലും അതുപോലെയുള്ള പ്രമാണിമാരും മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അള്ളാഹു തന്നെയാണ് ദൈവം എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കുകയും നീ ആവശ്യപ്പെടുന്നത് പോലെ ഈ അള്ളാഹു എന്ന ദൈവത്തെ മാത്രം ആരാധിക്കുകയും ഒക്കെ ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ ഒരു ഉപാധിയുണ്ട്. നീ പറയുന്നത് പോലെ അള്ളാഹുവിന് മാത്രമേ ശക്തിയുള്ളൂ എന്നും അള്ളാഹു മാത്രമാണ് ഒറിജിനൽ ദൈവമെന്നും ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുന്നതിന് ഞങ്ങളൊരു പരീക്ഷണം എന്ന നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുറൈശികൾ മുഹമ്മദിനോട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അവരാവശ്യപ്പെട്ടത്, ഞങ്ങൾ ഒരു വർഷം നീ പറയുന്നത് പോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാം. അത് കഴിഞ്ഞ് ഒരു വർഷം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമ്മളുടെ എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുക. അതായത് ലാത്തയും ഉസയും മനാത്തയും ഉൾപ്പെടെ അള്ളാഹു ഉൾപ്പെടെ നമ്മൾ ഇത്രയും കാലം നമ്മുടെ പൂർവികരും നമ്മളും ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെ എല്ലാവരെയും നമുക്കെല്ലാവർക്കും കൂടി ആരാധിക്കാം. അങ്ങനെ ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വർഷമാണോ അതോ എല്ലാ ദൈവങ്ങളെയും കൂടെ നമ്മളെല്ലാവരും കൂടി ആരാധിക്കുന്ന ഒരു വർഷമാണോ നമുക്ക് കൂടുതൽ നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാവുക എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ആ പരീക്ഷണത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ഒരു വർഷമാണ് കൂടുതൽ നമുക്ക് നേട്ടങ്ങളുണ്ടായത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നീ പറയുന്നത് പോലെ ഞങ്ങളും നീ പറയുന്ന മതം വിശ്വസിച്ച് നീ പറയുന്നത് പോലെയുള്ള ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് നിൻ്റെ കൂടെ വരാം എന്ന് വളരെ ന്യായവും യുക്തിസഹവും ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു. ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോഴാണ് മുഹമ്മദ് അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സൂറത്ത് ഇറക്കിയത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനൊട്ട് ആരാധിക്കാൻ പോകുന്നുമില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളൊട്ട് ആരാധിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞാളാ എന്ന് അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞു എന്നാണ് ഖുർആനിലൂടെ മുഹമ്മദ് ഈ അധ്യായം അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ മറുപടിയായിട്ട് പറഞ്ഞത്. അതോടുകൂടി ആ ശ്രമം അങ്ങനെ പരാജയപ്പെട്ടു. പക്ഷേ ഖുറൈശികൾ അവിടെയും നിരാശരായി മടങ്ങിയില്ല. അവർ വീണ്ടും മുഹമ്മദിനെ പല നിർദ്ദേശങ്ങളുമായി മുഹമ്മദിൻ്റെ മുമ്പിൽ സമീപിച്ചതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം.